അമ്മായി അങ്ങോട്ട് പോകേണ്ടതിലുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മളിന്ന് കളിക്കുന്നത് ഗ്രാനി ചാപ്റ്റർ 40 റിബിലിയൻ എന്ന് പറയുന്ന ഒരു സീൻ ഗെയിമാണ് കേട്ടാ. അതും ഈ ഒരു ഗെയിമിൽ നമ്മൾ കാർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോണത്. കഴിച്ചു നോക്കറാ, ലമ്മച്ചി, ലപ്പാപ്പൻ, ഉസ്ബാബക്കിലായത് സെൻട്രു. ഭയങ്കര സീനാണ് കേട്ടാ. വെറുതെ പറഞ്ഞ് ചെറുക്കന്മാരെ പെട്ടിക്കണ്ട് നമുക്ക് ഗെയിമിലോട്ട് പോയാലോ? അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കട്ടാ. അതെ ഗൈസ്, ലമ്മച്ചി വന്നവർക്ക് എല്ലാരും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ. Day 1. അതെ ഗൈസ്, നമ്മളിതിലെ ഗ്രാനി ചാപ്റ്റർ 4 Day 1ലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, സീനാണ്. സോ നമുക്കിതിൽ കാർ എസ്കേപ്പ് ആണ്. അപ്പൊ കാർ എസ്കേപ്പിനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതിന് വേണ്ട ഇവിടെ തന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ചെയ്യിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് തുറന്നു നോക്കാം. ആദ്യം നമുക്ക് പുറത്ത് ചെയ്യാനുള്ള താക്കോല് നമ്മൾ കണ്ടുപിടിക്കണം. അതെ, ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. സോ ഓൾഡ് കീ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, തുറക്കോ. ലമ്മച്ചി, ഉസ്മാനെ, ലപ്പാപ്പ, സ്ലെൻഡർ എല്ലാരും ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആരും കാണുന്നില്ല. കണ്ട ഗൈസ്, ബാറ്ററി. ഈ ഒരു ബാറ്ററി നമുക്ക് അപ്പുറത്തെ കാർ എസ്കേപ്പിന് ആവശ്യമുള്ള സാധനമാണ്. ഫസ്റ്റിന് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇവിടെ അങ്ങനെ സൗണ്ട് ആക്കാം. ഓക്കെ, ലമ്മച്ചി ലപ്പാപ്പ ഇല്ലാട്ടാ, അത് ഇവിടെ നിന്ന് കേൾക്കാത്തൊരു സാധനമാണ്. മറ്റേ ഉസ്മാനും ലമ്മച്ചിയും എന്തായാലും വരും. ഓ, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് വരുന്നുണ്ടെന്നാണ് എന്റെ ഒരു സംശയം ഗൈസ്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എല്ലാ ഉസ്മാനെ, നീയാണ് അപ്പുറത്തുനിന്ന് സൗണ്ട് ആക്കിയേ. എന്തോ ഒരു സാധനം താഴെ വീടിനകത്തൊരു സൗണ്ട് കേട്ടില്ല. കണ്ട ആരോ താക്കോൽ ഉണ്ടിട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി മൊട്ടത്തലയാണോന്ന് അറിയില്ലാട്ടാ. 3 ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് നേരെ അപ്പുറത്ത് പോയിട്ട് വല്ലതും കിട്ടുമോ നോക്കാം. ഇല്ല, ഐഡൻസി കളിക്കാനൊന്നുമില്ല. ആ മൊട്ടനായിട്ടും കൂട്ടി കളിക്ക്. വെറുതെ അതെന്ത് സൗണ്ടാണ്? ഉസ്മാന്റെ സൗണ്ടാണ് കേട്ടത്. സുഖൈസ്, ഉസ്മാൻ നമ്മളെ കണ്ടിന്യൂന്നൊരു സംശയം ഇല്ലാതില്ല. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു തേങ്ങയും കാണുന്നില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി തപ്പി വെക്കണമെന്ന് തോന്നുന്നത്. ഉസ്മാന്റെ സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. ഓക്കെ, മ്യൂസിക് കട്ടായി, നോ പ്രോബ്ലം. ഇതാണ് പെണ്ണെവിടെ? അമ്മായി, ആ ചാക്കോലിട്ടിട്ട് നിങ്ങളെ മൊട്ടത്തലയിലല്ല, മറ്റേ ചെറുക്കൻ വന്നിട്ടുണ്ട് ഇവിടെ. ഓന് ഞാൻ ഇന്ന് പിരിച്ചു കീറും. ഓ ഞമ്മളെപ്പോഴൊരു കളിയാക്കലാണ്. ഉസ്മാൻ വക്കീല് എന്ന് പറഞ്ഞിട്ട്. ആ മോനിക്ക് ഇവിടെയും വന്ന എല്ലായിടത്തും എസ്കേപ്പ് ആവുന്നവർക്ക് എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റൂലട്ടാ. ഏടെ പാനിട്ട് ഒരു കാര്യമില്ല. ഇവിടെ 3-4 ആൾക്കാരുണ്ട് അന്നെ പിടിക്കാൻ വേണ്ടിട്ട്. ലപ്പാപ്പന്റെ ശൈലി തെറ്റി. ആദ്യം ഈ പ്ലാനാണ് നമുക്ക് പൊട്ടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമുക്ക് എസ്കേപ്പ് ആകുന്ന കാറ്. ആദ്യം ഇവിടെ നമുക്ക് കട്ടിംഗ് ബ്ലർ വെച്ചിട്ട് ആ ഒരു കയറ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് അല്ല മറ്റേ കാർ ഇങ്ങനെ താഴേക്ക് പോകും. സോ നമുക്ക് താഴേക്ക് പോകാന്നാ തോന്നുന്നട്ടാ. ഓക്കെ, നമുക്ക് താഴേക്ക് പോവാം. ഓക്കെ, നമുക്ക് താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം ഇങ്ങോട്ട് തീരുമാനമായിട്ടുണ്ടാവും. സോ നമുക്ക് ഈ ബേസ്മെന്റിലേക്ക് പോകുന്ന ഒരു റൂമില്ലേ, അവിടെ റൂം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു റൂം നമുക്ക് തുറന്നു നോക്കാം. ചിലപ്പോ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാലോ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ആവശ്യമില്ല എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിക്കൂടാതൊന്നും ഇല്ലാട്ടാ. അടിപൊളി സുഭാഷ്, ഒരാവശ്യം ഉണ്ടായിട്ടാ. വെറുതെ പോയിട്ട് അടി വാങ്ങി. ഇവിടെ സൗണ്ട് ആക്കാം. സൗണ്ട് ആയിട്ടില്ല. അമ്മച്ചിയും മറ്റേ ഉസ്മാനൊക്കെ ഉസ്മാനെ പോണ്ട്. നമുക്ക് നേരെ പുറത്തു പോയിട്ട് അവിടെ പ്ലാൻ കുറച്ചെല്ലാം പൊട്ടിക്കാനുണ്ട്. അത് നമുക്ക് അങ്ങനെ സെറ്റ് ആക്കാം. ഉസ്മാനെ ചെറുക്കനിതാ പൊട്ടുന്ന് പറഞ്ഞളിക്കുന്നേ. ഓ, എന്റെ കൈമ ഹാമറൊക്കെ ഉണ്ടട്ടാ. ഈ അകത്തുനിന്ന് മാന്തി കളിക്കാണ്ട് പെട്ടെന്ന് പുറത്തേക്കുക. ഇപ്പൊ തന്നെ ഓനെ നമ്മക്ക് പറഞ്ഞിട്ട് പിടിക്കാ. നമുക്ക് ഇതുവഴി അങ്ങോട്ട് മേലെ കയറാം. ലഭിച്ച അപ്പുറത്തെ സൈഡിലുണ്ടാ. നമ്മൾ ഈ ഇതിന്റെ മുകളിൽ നമുക്ക് അപ്പുറത്തെ എവിടേക്ക് അങ്ങ് പോകാൻ പറ്റും. നോക്കട്ടെ. ഓ, ഇതില് നമുക്ക് രണ്ട് ലഭിച്ചു പോകുന്നതില്. നമുക്ക് കാര്യം ചെയ്യാം. ഇതിന്റെ അകത്ത് കയറിയിട്ടെ ഇതിന്റെ അകത്ത് എന്ത് സാധനം ഉണ്ടെന്ന് നോക്കാം. ഇതിന്റെ അകത്ത് നമുക്ക് കാർ എസ്കേപ്പിൽ എന്തെങ്കിലും സാധനം കിട്ടുമോ? ഓക്കെ, നോക്കണം. ഇവിടെ നമ്മുടെ കട്ടിംബ്ലർ ഉണ്ട്. സോ ആദ്യം ഹാമർ അവിടെ കൊണ്ടുപോയി ഇടണം കേട്ടാ. നമുക്ക് താഴെ ഹാമർ ആവശ്യമുണ്ടാവും. വേറെ പ്രത്യേകിച്ച് ഒരു സാധനം ഒന്നും ഇവിടെ കാണുന്നില്ല ഗൈസ്. ഓക്കെ, ആദ്യം ഈ ഹാമർ എടുത്തിട്ട് നമുക്ക് താഴെ ഇടാം. ഒരു കട്ടിംബ്ലറും താഴെ ഇട്ടിട്ട് നമുക്ക് അവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്കാനുണ്ട്. സ്ക്രൂ ഡ്രൈവർ നമ്മൾ പുറത്തുണ്ട്, അതും കൂടി നമുക്ക് എടുക്കണം. എന്നാൽ നമുക്ക് മുകളിൽ ഒരു സാധനം ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇവിടെ തന്നെ ഉണ്ട്. ആരും എടുത്തിട്ടില്ല. സ്ക്രൂ ഡ്രൈവർ വെച്ച സ്ഥലമൊക്കെ നോക്കണം. ഈ വീട്ടിന്റെ പുറത്ത് എന്താ കുത്തിയല്ലേ. സോ ഇതുകൊണ്ട് നമുക്ക് നേരെ മുകളിൽ കയറി പോകുന്നത് തോന്നുന്നു. ഇത് ഇവിടെയാണ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിക്കേണ്ടത്. 1 ഓക്കെ 2 ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ കട്ടിംബ്ലർ എടുത്തിട്ട് ഈ ഒരു കയറും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചേതനം കിട്ടും. നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഇവിടെ ഓക്കെ, ഇത്
പേര് പറഞ്ഞു സിസർ നാട്ടാണല്ലേ? അതെ 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 അതെ. നിങ്ങളുടെ കട്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണിത്? ഓ ഇതെന്തോ താക്കോല. ഓ ഇത് കാർക്കിയത് ഗൈസ്. അതെ 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 നമുക്ക് കാർ എസ്കേപ്പിൽ കാർക്കി കിട്ടി. അങ്ങനെ ഒരു മിനിറ്റ് ഈ ഡോർ ക്ലോസ് ചെയ്യട്ടെ. സോ ഗൈസ് ഇനി നമുക്ക് കാറിന്റെ ആ ഒരു കയറും കൂടെ കട്ട് ചെയ്ത് നടക്കണം കേട്ടോ. എന്നാൽ നമ്മുടെ കാർ അങ്ങോട്ട് താഴേക്ക് പോകും. ഓക്കെ ഇവിടെയാണ് നമ്മുടെ കാറിന്റെ കട്ട് ചെയ്ത സ്ഥലം. അതെ 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 നമ്മൾ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർ താഴത്തെത്തും. ഓക്കെ ഇതിങ്ങനെ കട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. അത്രേ ഉള്ളൂ. ഓർമ്മ ഈ സൗണ്ട് എടുത്തെങ്കിൽ അമ്മച്ചിയിൽ അപ്പാപ്പൻ ഇങ്ങോട്ടേക്ക് വരുമോ? ഐ ഡോണ്ട് നോ. ഈ ഒരു ഡയമണ്ട് എടുത്തിട്ട് നമുക്ക് നേരെ താഴേക്ക് പോവാം. ആ ബേസ്മെന്റിന്റെ അകത്തിലെ കുറച്ച് ഡോർസ് ഒക്കെ നമുക്ക് തപ്പായുണ്ട്. ചിലപ്പോ അവിടെ നമുക്ക് ആവശ്യമില്ല എന്തെങ്കിലും സാധനങ്ങൾ കിട്ടും. ഇനി നമുക്ക് പെഡലോക്കി കിട്ടണം. ആൻഡ് ബാറ്ററി ഓൾറെഡി നമുക്ക് കിട്ടിയട്ടാ. ആദ്യം ഇവിടെ സൗണ്ട് ആക്കാം. എന്നിട്ട് നേരെ നമുക്ക് ഒരു താഴോട്ടേക്ക് പോവാം. ഓക്കെ ഇതിവിടെ ഫിറ്റാക്കാം. ഫിറ്റാക്ക് ഫിറ്റാക്ക് എന്ത് ഫിറ്റാകത്ത്. ഓക്കെ നമ്മൾ തുറന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു താക്കോൽ വെച്ച് അമ്മച്ചി അമ്മച്ചി ഇരിക്കുന്ന സൗണ്ടല്ലേ കേട്ടത് ഗൈസ്. ഓൾഡിക്ക് വെച്ച് നമുക്ക് തുറക്കാൻ പറ്റും. ആൻഡ് ഈ ഡോറിന് നമുക്ക് താക്കോല് വേണ്ട കേട്ടാ. അപ്പുറത്തെ ഡോറിന് നമുക്ക് ഓൾഡിക്ക് വെച്ച് തുറക്കാൻ പറ്റും. ഓ ഇവിടെ ഒന്നും ഇല്ലടേ. നോക്കറാ ഞാൻ വിചാരിച്ചു ഇതിന്റെ അകത്ത് ആവശ്യമില്ല എന്തെങ്കിലും സാധനം ഉണ്ടാവുന്നത്. മോനെ ഇവിടെ എവിടെയെങ്കിലും തന്നെ പുറത്തേക്കാണ്. ലമ്മച്ചി ഒന്നും ചെയ്യൂല. കള്ള പന്നിച്ചെറുക്കൻ എവിടെ പോയി കിടക്കുന്നൊരു പിടുത്തവും കിട്ടണില്ലല്ലോ. ഓ ലമ്മച്ചി അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ കേസ് നമുക്ക് ഇവിടെ ഡ്രോർ അങ്ങനെ തപ്പി വെക്കാം. ഇതിന്റെ അകത്ത് വല്ലതുകൊണ്ടോയി ഒന്നുമല്ല ഇതിന്റെ അകത്ത്. ഓക്കെ ഒരു തേങ്ങാക്കുലി ഇല്ലടേ. പിന്നെ എന്തിനാണ് ഇവിടെ കുറെ ഡ്രോറൊക്കെ തുറന്നു വെച്ച് നമുക്ക് ഒരു പിടുത്തവും കിട്ടണില്ല കേട്ടാ. നമ്മൾ ഈ കാർക്കി എടുത്തിട്ട് നമുക്ക് താഴെ കൊണ്ടുപോയി ഇടാന്ന് തോന്നുന്നത്. ആദ്യം നമുക്ക് പെഡ്ലോക്കി ഒക്കെ നോക്കാനുണ്ട്. പെഡ്ലോക്കി ഇതുവരെ ഇവിടുന്ന് കിട്ടിയില്ല നമുക്ക്. ആദ്യം വേറെന്താ കിട്ടാനില്ല ഇനി. മറ്റേ ലിവറും കൂടെ കിട്ടാൻ്റെ. സോ ആദ്യം നമുക്ക് ഈ കാർക്കി എടുത്തിട്ട് താഴെ ഇടാം. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെ ഒന്ന് തപ്പി വെക്കാം. ഓക്കെ ഗൈസ് ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഈ സൗണ്ട് ആയിട്ട് നമ്മുടെ ഉസ്മാനും ജമ്മച്ചി ഇപ്പൊ താഴേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടി കിട്ടും. അത് ഉറപ്പാണ്. ഓക്കെ ഓക്കെ ഗൈസ് ഇതിനകത്ത് മോർണിംഗ് ഗൈസ്. ഈ വൈൻഡപ്പ് കീ എന്ന് പറയുന്നതല്ലേ നമ്മുടെ ശരിക്കും ഒരു വെപ്പൺ കീ ആണ്. ഇതിനെ അതിന് വൈൻഡപ്പ് കീ എന്നാന്ന് പറയാ. സോ നമുക്കിപ്പോ വെപ്പൺ എടുക്കാൻ പറ്റും. ആൻഡ് ഇതിന്റെ അകത്ത് വലിയ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് മുകളിൽ പോയിട്ട് ആ വെപ്പൺ റൂം അങ്ങോട്ട് തുറക്കാം. ഇത് ഓപ്പൺ ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് നമ്മുടെ വെപ്പൺ എവിടെയുണ്ട്? ലെപ്പാപ്പന്റെ സോട്ട് കണ്ണ്. ആദ്യം ഇതിന്റെ മുകളിൽ നിന്നൊരു സാധനം കിട്ടോട്ടാ. ഈ ഒരു ബമ്മാച്ചിനെ അടിച്ചു കഴിഞ്ഞാല്. സോ അതിന്റെ അകത്ത് ചിലപ്പോ നമുക്ക് വെള്ളമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിലൂപ്പട്ടെ ലെമ്മച്ചിക്കും ലപ്പാപ്പനും മൊട്ടക്കും. ഈ ലപ്പാപ്പന് ഒന്നല്ലേ ലെമ്മച്ചിക്കും ഉസ്മാനും മൊട്ടക്കലും ഒന്നിച്ച് ഓരോന്ന് കൊടുക്കാം. ഈ ഉണ്ടയില്ലാത്ത തോക്ക് വെച്ചിട്ട് നീ എന്ത് കാട്ടാനാണ്ട്? അമ്മ അങ്ങോട്ട് പോകണ്ടതിലുണ്ട്. ഓക്കെ ഗൈസ് രണ്ടിടത്തിന് നമ്മൾ അടുത്തുകണ്ട് ഷട്ട് ഡൗൺ ആക്കിയിട്ടുണ്ട്. പിന്നെ മൊട്ടക്കലിന് ചെവിടേക്കാത്തോണ്ട് മാത്രം എസ്കേപ്പ് ആയതാ. ഗൈസ് നമുക്ക് ഇവിടെ ഒരു പരിപാടി ഉണ്ട്. നേരത്തെ ഒരു ടൂർ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ആ ടൂറിന്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ലിവറോ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ പെഡ്ലോക്കി അല്ലെങ്കിൽ ലിവർ. ഇതിനൊരു 5-6 അടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ കണ്ണു വെച്ച് അടിക്കേണ്ടി വരും. ഓക്കെ ഒന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവിടെ പിന്നെ പെഡ്ലോക്കിയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ കാർ എസ്കേപ്പിലെ പെഡ്ലോക്കി കിട്ടി. ഇനി ലിവർ മാത്രമേ കിട്ടാനില്ലൂ. ലിവർ ചിലപ്പോ ഈ ബമ്മാച്ചിനെ അടിച്ചതിന് ഈ മുകളിലത്തെ ആ ഒരു സ്ഥലത്ത് നിന്നൊക്കെ കിട്ടുന്ന തോന്നുന്നത്. പക്ഷെ അതിലുൾപ്പെട്ടെ ലമ്മച്ചിയും മറ്റു ഉസ്മാനൊക്കെ എണീച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഓരോന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലിവർ എവിടെയെല്ലാം തപ്പാം. ഇനി ലിവർ മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നട്ടാ. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് എസ്കേപ്പ് ആകാൻ പറ്റും. ഒന്ന് വന്ന് ലമ്മച്ചി വന്ന് ഇന്നാപ്പിടി പറന്നു പോ. അല്ലവനെ എന്താണ് അവിടെ വല്ല ബോഡി മസാജറായിട്ടും ഉണ്ടാ കടന്നു പറക്കണ്? എന്താണെന്നറിയില്ല മോനെ. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വറക്കണേ. എടാ ഉസ്മാനെ ചെറുക്കൻ അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് വന്നിട്ട് പിടിക്കേ. ഗ്രാന്യമ്മായി മുന്നിലൂടെ പോയി ആ ചെറുക്കനെ പിടിക്കാൻ പറ്റില്ല. അവനെ പിടിക്കണമെങ്കിൽ അവന്റെ നെല്ലായി പുറകിലൂടെ വരണം. ഇതുപോലെ ഇവിടെ ബമ്മാച്ചിക്കത്തിന് 2 അടി കൊടുത്തതിന് നമുക്ക് അതിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കേസ് എന്താ കിട്ടുന്നത്? പക്ഷെ എന്തോ ഒരു സാധനം എന്തായാലും കിട്ടും. ഓക്കെ രണ്ടാമത് ഇതിനൊന്ന് കൊടുക്കണം. ഓക്കെ കേസ് രണ്ടിടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ബേസ്മെന്റ് കീയാ. നമുക്ക് ബേസ്മെന്റ് കീ ആവശ്യമുണ്ട് ആക്ച്വലി. ആയിട്ടുണ്ട് അത് ബേസ്മെന്റ് എസ്കേപ്പിനല്ലേ. ഓൾറെഡി നമ്മൾ ആ എസ്കേപ്പ് ചെയ്തതാണ്. ഇനി ചിലപ്പോ ബേസ്മെന്റ് അകത്തായിട്ട് മറ്റേ സാധനം ഉണ്ടാവുക പറയാൻ പറ്റില്ല കേസ്. ചിലപ്പോ അതിന്റെ അകത്ത് ആ ലിവർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഓക്കെ ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ. സോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ പെഡ്ലോക്കി ലാസ്റ്റ് ടൈം എടുക്കാന്നാ തോന്നുന്നല്ലേ. 5 minutes later. ഓക്കെ ഗൈസ് ഇതിന്റെ അകത്ത് വല്ലതും ലിവർ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല.
ഒരാവശ്യമില്ല. പണ്ട് നമ്മൾ ഈ ഒരു എസ്കേപ്പ് ചെയ്തതാണ്, ഈ ഒരു ബേസ്മെന്റ് എസ്കേപ്പ്. അപ്പോഴും നമ്മൾ ഹാൻഡിലൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇടുന്ന എസ്കേപ്പ് ആയതാണ്. ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് കാണാം. ഈ ഒരു ഓൾഡ് കീ വെച്ചിട്ട് നമുക്ക് ഇത് തുറക്കാൻ പറ്റും. തുറന്നു. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഏതാ നമ്മുടെ മറ്റേ പവർഫുൾ ഗണ്ണുണ്ട്. അതിന്റെ ഇവിടെ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇതെന്താ